നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കുമെന്നും കോടതി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, അങ്ങനെ അന്വേഷണത്തിന് കല്ലറ തുറക്കേണ്ടി വന്നാൽ അത് തുറക്കുക തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഹൈക്കോടതി കൂടി വ്യക്തമാക്കുകയാണ്, അല്ലേ? ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഇത് നമ്മൾ രാവിലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസാനിക്കാൻ പോകുന്നതെന്ന്. ഈ കുടുംബമാണ് ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. അവർ പറഞ്ഞിരുന്നത് ഈ കല്ലറ തുറന്ന് പൊളിച്ച് പരിശോധിക്കാൻ അതിനുള്ള നീക്കം നടത്തിക്കൊണ്ട് RDO ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് സ്റ്റേ ചെയ്യണം. ഇതായിരുന്നു ഈ കുടുംബത്തിന്റെ ആവശ്യം. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിലേക്കാണ് ഈ ഹർജി വരികയുണ്ടായത്. ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ഹർജിക്കാരോട് കോടതി ഇന്ന് ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും, അന്വേഷണം തടയാനാവില്ല എന്നും കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് കോടതി പറയുന്നു. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നും ഹൈക്കോടതി പറയുന്നു. എങ്ങനെ മരിച്ചു എന്ന് പറയാൻ കുടുംബത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മരണം എവിടെയാണ് അംഗീകരിച്ചത് അതുകൂടി പറയണം എന്ന് കോടതി പറയുന്നു. സ്വാഭാവിക മരണമാണ് എങ്കിൽ ഞങ്ങളും അംഗീകരിക്കാം, ഇതാണ് കോടതി പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്നുകൂടി ജസ്റ്റിസ് CS ഡയസ് ചോദിക്കുന്നുണ്ട്. അത് മറ്റൊരു നിയമ നടപടിയിലേക്ക് പോകുന്നു. ജില്ലാ കളക്ടർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതിൽ റിപ്പോർട്ട് വയ്ക്കണം. അടുത്ത ആഴ്ചത്തേക്ക് ഹർജി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ചു പറയാം, ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കല്ലറ പൊളിക്കാൻ കോടതി ഉത്തരവിടും. കൂടത്തായി കേസടക്കം നമ്മുടെ മുന്നിലുണ്ട്. മുൻപ് ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്ലറ പൊളിച്ചപ്പോൾ കേരളം കണ്ടതാണ്. സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത തീർക്കാൻ കല്ലറ പൊളിക്കേണ്ടി വരും. BNSS മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കോടതിയെ സമീപിച്ചത് ഗോപൻ സ്വാമിയുടെ കുടുംബം തന്നെയാണ്. എന്നാൽ തിരിച്ചടി ഉണ്ടാകുന്നു ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് തന്നെയാണ്.